എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 169-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഗന്ധാരാഹിസ്തോവസേ ഹവം വിപ്രസ്യമാവദ ധർത്താരാചർഷണീനാം. അന്വയം: ഇന്ദ്രാവരുണൗ ചർഷണീനാം ധർത്താരാ യുവാം അവസേമാവദ വിപ്രസ്യ ഹം ഗന്ധാരസ്തഹി. ഇതാണ് അന്വയം. ചർഷണീനാം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതായ കർമാനുഷ്ഠാതാക്കൾ. ധർത്താര, യോഗക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ രക്ഷിക്കുന്നതായിട്ടുള്ള. യുവാം അവസേ, അനുഷ്ഠാതാവിനെ രക്ഷിക്കാനായിട്ട്. മാവത വിപ്രസ്യ, എന്നെ പോലെയുള്ള ഉത്കൃഷ്ടമായ കർമാനുഷ്ഠാതാവായ ബ്രാഹ്മണനായിട്ടുള്ള ഋത്വിക്കിന്റെ. ഹവം ഗന്ധാരാസ്തഹി, ആഹ്വാനം കേട്ട് യാഗവേദിയിൽ എത്തുന്ന സ്വഭാവം ഉള്ളവർ. വിപ്രൻ, വേദപണ്ഡിതനായിട്ടുള്ള ബ്രാഹ്മണൻ. വേദം പാരായണം ചെയ്ത് ഉപാസകരെ മഹാജ്ഞാനത്തിലേക്ക് നയിക്കുന്നവനാണ് വിപ്രൻ. വേദപാരായണോ വിപ്ര ബ്രഹ്മജ്ഞാനിത്വ ബ്രാഹ്മണ. അർത്ഥം: അല്ലയോ ഇന്ദ്രാവരുണന്മാരെ, യോഗക്ഷേമങ്ങൾ നൽകി മനുഷ്യരെ രക്ഷിക്കുന്ന ദേവതാസ്വരൂപന്മാരായിട്ടുള്ള നിങ്ങൾ. അല്ലയോ ഇന്ദ്രാവരുണന്മാരെ, യോഗക്ഷേമങ്ങൾ നൽകി മനുഷ്യരെ രക്ഷിക്കുന്നതായിട്ടുള്ള ദേവതാസ്വരൂപങ്ങളായിട്ടുള്ള നിങ്ങൾ. അനുഷ്ഠാതാവായിട്ടുള്ള ഉപാസകന്മാരെ രക്ഷിക്കാനായിട്ട് എന്നെ പോലെയുള്ള ബ്രാഹ്മണ ഋത്വിക്കിന്റെ ആഹ്വാനം കേട്ടിട്ട് യാഗവേദിയിൽ എത്തിച്ചേരുന്ന ശീലമുള്ളവരാണല്ലോ അല്ലയോ ഇന്ദ്രാവരുണന്മാരെ. ഋഗ്വേദ പണ്ഡിതനാണ്, ഋത്വിക്കാണ് ആഹ്വാനം ചെയ്യുന്ന ഹോതാവ്. ഹോതാവ്, അധ്വർയു, ഉദ്ഗാതാവ്, ബ്രഹ്മൻ. 4 വേദങ്ങളുടെയും പ്രധാനപ്പെട്ട ഋത്വിക്കുകളാണ് ഋഗ്വേദത്തിന്റെ ഹോതാവ്, യജുർവേദത്തിന്റെ അധ്വർയു, സാമവേദത്തിന്റെ ഉദ്ഗാതാവ്, അഥർവവേദത്തിന്റെ ബ്രഹ്മൻ. ഇവരാണ് യാഗവേദിയിൽ പ്രധാനമായിട്ട് കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഋത്വിക്കുകൾ, വേദപണ്ഡിതന്മാർ എന്നർത്ഥം. ഈ രംഗം എവിടെ അവസാനിക്കുന്നു? വീണ്ടും കാണാം. നമസ്കാരം.